إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ ബഹുമാനമുള്ള ആദരണീയനായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ കാത്തുസൂക്ഷിച്ച് ജീവിക്കണുണ്ടോ. എന്നോടെന്ന പോലെ എല്ലാവരെയും ആദ്യമായി ഉണർത്തരെ, ഉത്ബോധിപ്പിക്കരെ, വസിയത്ത് ചെയ്യരെ റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അതിതീക്ഷ്ണമായ ചൂടാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സഹിക്കൊണു സാധ്യമല്ലാത്ത ചൂടുണ്ടാണ് നമ്മളിൽ പലരും ഈ ചൂടിനെ വിശേഷിപ്പിക്കരുത്. കിണറ്റിലെ തണ്ണികളെല്ലാം തന്നെ വറ്റിക്കൊണ്ടിരിക്കുന്നു, ജലാശയങ്ങൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെയുള്ള ജീവജാലങ്ങൾ, പക്ഷികൾ, പറവകൾ, പ്രാണികൾ, മൃഗങ്ങൾ എല്ലാം പ്രയാസങ്ങളും ദുരിതങ്ങളുമെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഇവിടെ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച, നമുക്ക് നിർബന്ധമാക്കിയതായിട്ടിരിക്കരെ പല ആരാധനകളും പല പുണ്യകർമ്മങ്ങളും അത് പല കാലങ്ങളിലും അതേപോലെ തന്നെ പല സീസണുകളിലുമായിട്ടാണ് അല്ലാഹു തആല നമുക്കതിനെ കണക്കാക്കിയിട്ടുള്ളത്, നമുക്കതിനെ ഫർളാക്കിയിട്ടുള്ളത്. കാരണം അല്ലാഹു തആല അതിലൂടെ ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലായാലും ഏത് സീസണിലായാലും ആരാധനകളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയുവാനോ പിൻവലിയുവാനോ ഒരു അനുവാദവും നമുക്കില്ല എന്ന് നാം മനസ്സിലാക്കണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് പുറപ്പെടുന്ന ഒരു രംഗം, തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധമായിട്ട് ഇത് തബൂക്ക് യുദ്ധം ചൊല്ലുന്നത്. മക്കമെല്ലാം ജയിച്ചടക്കിയതിന് പിന്നെ ഉണ്ടായ യുദ്ധമാണ്. ഹിജറ 50 വർഷത്തിലുണ്ടായ യുദ്ധമാണ്. ആ തബൂക്ക് യുദ്ധം അല്ലാഹു തആല നിയമമാക്കരുത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തബൂക്ക് യുദ്ധത്തിക്ക് പോകുന്ന സഹാബത്തിനിട്ട് ആവശ്യപ്പെടരുത്. അത് വല്ലാത്ത ചൂടുള്ള ഒരു സന്ദർഭമായിട്ട് ഇന്നുണ്ട്. വലിയ ചൂടായിരുന്നു.
ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി സഹാബത്തിലിട്ട് നിർദ്ദേശിക്കുന്നത്. ഒരു ഭാഗത്തിൽ വലിയ ചൂട്, പിന്നൊരു ഭാഗത്തിൽ ഭക്ഷണമില്ല, ബറകാലമാണ്, വരൾച്ചയാണ്, സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയാണ്. ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് പോകുന്നതിന് തയ്യാറായി. സഹാബത്തിൽ അത് പ്രോത്സാഹിപ്പിച്ച് സഹാബത്തെല്ലാം അതിന് തയ്യാറായി. എന്നാൽ അവിടെ കപടവിശ്വാസികൾ, മുനാഫിക്കുകളിൽ ആ മുനാഫിക്കുകൾ ഇതിനെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ് ചെയ്തത്. നോക്കൂ, മുഹമ്മദ് ഈ കഠിനമായ ചൂടുള്ള സമയത്താണ് ഞങ്ങളുടെ യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി നമ്മളോട്ട് ചൊല്ലുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു. എന്ന് മാത്രമല്ല, ചില ആളുകൾ അതിനിട്ട് പിന്തിരിപ്പിക്കൊണ്ടുമ്പോൾ നോക്കി, ഇതാ ചൂടുള്ള സമയമാണ്, നിങ്ങൾ ആരും പോകണ്ട, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും, ഈ ചൂടുള്ള സമയത്ത് നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അങ്ങ് പിന്തിരിപ്പിക്കൊണ്ടു നോക്കി കപടവിശ്വാസികൾ. ആ സമയത്തായിട്ട് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതീർണമാകരുത്. സൂറത്തു തൗബയിലെ എന്തിനെ? ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. കപടവിശ്വാസികൾ എന്തിനാ ചൊല്ലുന്നത്? ലാ തൻഫിറു ഫിൽ ഹർ. ഈ ചൂടിന്റെ സമയത്ത്, ഈ കഠിനമായ ഉഷ്ണത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ട, നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട എന്നാണ്. എന്നാൽ നബി ഞങ്ങളിട്ട് ചൊല്ലറു നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. നരകത്തിലെ ചൂടുണ്ടല്ലോ, ഇതിനേക്കാളും എത്രയോ മടങ്ങ് കഠിനമായതായിട്ടിക്കറാം. നരകത്തിലെ ചൂട്, നരകാഗ്നി, അത് കഠിനമായ ചൂടായിട്ടിക്കുന്നുണ്ട് നബി ഞങ്ങളിട്ട് ചൊല്ലറുണ്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ആയത്ത് പോലും ആ വിഷയത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ദുനിയാവുണ്ട് ചെന്നെങ്കിൽ ഇതിന് കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് ഈ ചൂട് നമുക്ക് അനുഭവിക്കേണ്ടി വരിക. ഇത് ശാശ്വതമായ ഒരു ജീവിതമല്ല. ഓരോ സത്യവിശ്വാസിയും അനശ്വരമായിട്ടിക്കരെ, ശാശ്വതമായിട്ടിക്കരെ ലോകത്തിലെ രക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കണം അവൻ ആരാധനകൾ നടത്തേണ്ടത്, അവൻ പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടത്, അവൻ ത്യാഗങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ അനുഭവിക്കേണ്ടത് ആ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി ആയിരിക്കണോട്ടോ. അല്ലാഹു തആല ഈ ആയത്തിലൂടെ സത്യവിശ്വാസികളെ തെര്യപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്. ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിശക്തമായ ചൂട് നാം അനുഭവിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ടതായിരിക്കുന്ന ചില നിലപാടുകളുണ്ട്. മനുഷ്യരെന്ന നിലക്കും സത്യവിശ്വാസികളെന്ന നിലക്കും നാം സ്വീകരിക്കേണ്ട ഈ കഠിനമായ ചൂടുള്ള സമയത്ത് നാം സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. അതെന്താണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. ഒന്ന്, ഓരോരുത്തരും അവരവരുടെ ശരീരത്തെ ചൂടിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അതാണ് ഓരോരുത്തരും. ഞാൻ എൻ്റെ ശരീരത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് ഞാൻ സ്വീകരിക്കണം. ചിലപ്പോൾ ആരോഗ്യ ഇലാഖകൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ചില നിർദ്ദേശങ്ങൾ, ചില ഡയറക്ഷനുകളെല്ലാം മുന്നോട്ട് വെക്കരുത്, അത് നാം സ്വീകരിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുറു ഫഇന്ന ലിജസദിക അലൈക ഹഖ്ഖുൻ. നിന്റെ ശരീരത്തോട് നിനക്ക് കടപ്പാടുണ്ട്. അതാണ്, എൻ്റെ ശരീരത്തോട് എനിക്ക് കടപ്പാടുണ്ട്. ആ ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകണ തീരാ, ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് സ്വീകരിക്കണം. ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ചൂട് ചെമ്മയാകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്? മഴയാണ്. മഴ വരുമ്പോൾ പിന്നെ ചൂട് കുറോടിയായി വരുന്നുണ്ട്. മഴയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ആ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മഴയ്ക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടു 5 നേരത്തെ നിസ്കാരത്തിന്. പിന്നെ അതേപോലെ തന്നെ ജുമായിൽ പോലും ഖുത്ബയുടെ സന്ദർഭത്തിൽ, ജുമായിലെ ഖുത്ബയുടെ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തിയതായി ഹദീസിൽ കാണാം. സാധാരണ ഖുത്ബ നിർവഹിക്കുമ്പോൾ ഖതീബ് ഖുത്ബ ബോധനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദുആയിരക്കുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല, അതിനാവശ്യമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ മഴ അല്ലാഹു തആല നമുക്ക് തന്നാൽ, മഴ ചെമ്മയായാൽ ചിലപ്പോൾ അങ്ങനെയും വരാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ നാഫിആ ഗൈറ ളാറിൻ ആജിലൻ ഗൈറ ആജിൽ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ തരണം. ഉപകാരപ്രദമായ പ്രയോജനപ്രദമായ മഴ നീ ഞങ്ങൾക്ക് തരണം. അല്ലാഹ് ഗൈറ ളാറിൻ, ബുദ്ധിമുട്ടില്ലാത്ത മഴയായിരിക്കണം. ബുദ്ധിമുട്ടില്ലാത്ത മഴയായിരിക്കണം. ആ മഴ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകണു തീറ. അപ്പൊ മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഈ അടുത്ത കാലത്ത് GCC രാജ്യങ്ങളിലൊക്കെ മഴ വന്നിട്ട് ചെമ്മ നാശനഷ്ടമുണ്ടായതൊക്കെ നമുക്ക് പിടിയുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മഴ കൊണ്ടൊന്നുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാഹുവോട് നാം പ്രാർത്ഥിക്കണം, ബുദ്ധിമുട്ടില്ലാത്ത മഴയായിരിക്കണം. ആജിലൻ ഗൈറ ആജിൽ, അതേപോലെ തന്നെ പെട്ടെന്നുള്ള മഴ. കുറേ കളഞ്ഞിട്ടല്ല റബ്ബേ, ഇപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത്. മഴ ആവശ്യമുള്ള സമയത്ത് മഴയുണ്ടാകണം, മഴ കിട്ടണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അങ്ങനെ മഴ ചെമ്മയാവുമ്പോ, ബുദ്ധിമുട്ടുണ്ടാവുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലും, അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ലാ അലൈനാ ഹവാലൈനാ ലാ അലൈനാ. അല്ലാഹുവേ, നമുക്കിപ്പം മഴ മൈ റബ്ബേ, നമുക്കിപ്പം മഴ മൈ. നമ്മുടെ ചുറ്റുഭാഗത്ത് എത്രയോ മഴ ആവശ്യമുള്ള പ്രദേശങ്ങളുണ്ട്, അവിടത്തേക്ക് ഈ മഴ നീ കൊണ്ടുപോകണം, നമുക്കിപ്പ വേണ്ട എന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ അലൽ അക്കാം, അല്ലാഹുമ്മ ബുത്തൂനിൽ ഔദിയ വമനാബിത്തിൽ ഖലൽ. എത്രയോ കുന്നുകളുണ്ടല്ലാ, എത്രയോ പുല്ലുകൾ മുളച്ചുണ്ടായിരിക്കുന്ന സ്ഥലമുണ്ടല്ലാ, എത്രയോ താഴ്വാരങ്ങൾ, കണിവകൾ, മഴ ആവശ്യമുള്ള കണിവകളുണ്ട്, അവിടത്തേക്ക് ഈ മഴ നീ കൊണ്ടുപോകണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനെ നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയതായിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിട്ട് അല്ലാഹു തആല എടുത്തു പറഞ്ഞത് മഴയാണ്. ഇതാണ് രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, മഴ എവിടെ തണ്ണി ആവശ്യമുണ്ടോ അവിടെ നാം തണ്ണിയുടെ വ്യവസ്ഥയാക്കി കൊടുക്കണം. തണ്ണിയുടെ വ്യവസ്ഥയാക്കി കൊടുക്കരുത്. സദഖയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സദഖാന്റെ റസൂലുള്ളാഹി ചൊല്ലുന്നു, അഫ്ളലു സദഖത്തി സദഖത്തുൽ മാൽ, അഫ്ളലു സദഖത്തി സുഖിയൽ മിയാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ഏതെന്ന് റസൂലുള്ളാഹി ചൊല്ലുന്നു, തണ്ണിയുടെ വ്യവസ്ഥയാക്കൽ. ഒരു പാവപ്പെട്ടവർ റായ അവിടെ തണ്ണിയില്ല എങ്കിൽ അവിടെ ബോറിട്ടിട്ടോ അല്ലെങ്കിൽ കിണർ ഭാവി കുളിച്ചിട്ടോ നാം എന്താക്കണം, അവിടെ തണ്ണിയുടെ വ്യവസ്ഥ ഉണ്ടാക്കണം. അത് വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടിക്കറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു കേക്കറ്. സഅദ് ഇബ്നു ഉബാദയുടെ ഉമ്മ മരിച്ചിട്ടാവുമ്പോൾ അയാൾ റായത്തുണ്ടായിട്ടില്ല, അയാൾ വേറെ എവിടെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് റളിയല്ലാഹു അൻഹു കേക്കറ്, യാ റസൂലല്ലാഹ്, നിന്റെ ഉമ്മ മരിച്ചപ്പോ നാട്ടിലുണ്ടായിരുന്നില്ല, റായത്തുണ്ടായിരുന്നില്ല. എപ്പോ നിന്റെ ഉമ്മക്ക് വേണ്ടി എന്തെങ്കിലും നിനക്ക് ചെയ്യണോണ്ട് നിന്റെ മനസ്സ് ചൊല്ലുറോ, നിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഞാൻ എന്തിനാ ചെയ്യണം നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ കേൾക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുറോ, സുഖിയുൽ മാൽ, സുഖിയുൽ മാൽ. അവിടെ തണ്ണീരെ വ്യവസ്ഥയാക്കൂ. അവിടെ എവിടെയാണോ തണ്ണീര് ആവശ്യമുള്ളത് അവിടെ നീ പോയി തണ്ണീരെ വ്യവസ്ഥ, അവിടെ ഒന്ന് ബോറിട്ട് കൊടുക്കറു, അല്ലെങ്കിൽ കിണർ കുഴിപ്പിച്ച് കൊടുക്കറു, തണ്ണീര് വ്യവസ്ഥ ഉണ്ടാക്കറു. കാരണം അഫ്ളലു സദഖ, അഫ്ളലു സദഖതി സുഖിയൽ മിയാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ സദഖ അത് തണ്ണി കുടിപ്പാട്ടതാണ്, തണ്ണി വിതരണം ചെയ്യലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുക്ക് പഠിപ്പാട്ടി കൊടുത്തു. ഇതൊക്കെ നാം സ്വീകരിക്കേണ്ട ചില നിലപാടുകളാണ്. മനസ്സിലായി? ഇതൊക്കെ നാം ചെയ്യണം. കാരണം തണ്ണി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ജീവനെ തന്നെ നിലനിർത്താൻ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചൂട് അനുഭവിക്കുമ്പോൾ ഒരിക്കലും ചൂടിനെ നാം ആക്ഷേപിക്കുന്നത് പാടില്ല, ചീത്ത പറയുന്നത് പാടില്ല. കാരണം ചൂട് എന്ന് പറയുന്നത് കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ പ്രകൃതിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഇന്ന ശിദ്ദത്തൽ ഹർരി
മിൻ ഫൈഹി ജഹന്നം. ഈ കഠിനമായ ദുനിയാവിൽ നാം അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, അത് ജഹന്നമിലെ നരകത്തിന്റെ കാത്തായിട്ടിക്കര്, നരകത്തിന്റെ കാത്തായിട്ടിക്കരുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. അപ്പൊ നരകം എങ്ങനെയായിരിക്കും? നരകത്തിൽ നിന്നിട്ട് അടിച്ചുവിട്ട ഒരു കാത്ത് മാത്രമാണ് ഇവിടെ നാം അനുഭവിക്കുന്ന ചൂട്. ഇതിലൂടെ ജഹന്നമിൻ്റെ ചൂട് എത്രമാത്രം ശക്തമായിരിക്കും എന്ന് പഠിക്കുന്നതും കൂടിയുള്ള ഒരു അവസരമാണ് പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും അകറ്റുമാറാകട്ടെ, എല്ലാവിധ ശർറിൽ നിന്ന് ആഫത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും واستغفره عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وآخر بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ചൂടനുഭവിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ടതായിരിക്കെ ചില നടപടികളെ സംബന്ധിച്ചാണ് ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോൾ തണ്ണിയുടെ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായിരിക്കരുത്. അതേ അവസരത്തിൽ ജീവജാലങ്ങളെയും നാം പരിഗണിക്കണം. അതും പരിശുദ്ധ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ്. ജീവജാലങ്ങൾക്കും നമ്മുടെ കഴിവിൻ്റെ പരമാവധി, പക്ഷികൾ, പറവകൾ, പ്രാണികൾ, അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കും നാം തണ്ണിയുടെ വ്യവസ്ഥ നാം ഉണ്ടാക്കണം. ഇതും ഇസ്ലാം ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഏറ്റവും നല്ല മഹത്തായ ഒരു കാരുണ്യ പ്രവർത്തനമായിട്ടാണ്, സേവനമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം അതിനെ കാണുന്നത്. നമുക്കൊക്കെ പിടിയുള്ള, നാം ഇപ്പോൾ കേൾക്കുന്ന ഒരു ഹദീസാണല്ലോ, നായക്ക് തണ്ണി കൊടുത്തതിൻ്റെ പേരിൽ ഒരാളുടെ പാപം, ദോഷം അല്ലാഹു തആല പുറത്തു കൊടുത്തത്. നോക്കണം, എത്ര മഹത്തായ കാര്യമാണ് നമ്മുടെ ദീൻ പഠിപ്പാട്ടുന്നത്. അതേപോലെ തന്നെ ഒരു പൂച്ചക്ക് താകമായി അതിനെ കെട്ടിയിട്ട് അതിന് തണ്ണി കൊടുക്കാത്തതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പ്രവേശിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ പഠിപ്പാട്ടത്. അപ്പോൾ അതുകൊണ്ട് നാം മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെയും നാം ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, തണ്ണിയിട്ട് ചൊല്ലുന്നത് ആരും അത് നൻ്റേത് എന്ന് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കാണുന്നു. പുതിയതായ ഇസ്ലാം പിടിപ്പാട്ടത് തണ്ണിയിട്ട് ചൊല്ലുന്നത് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, അതൊരു പബ്ലിക് ആയിട്ടിക്കറ പ്രോപ്പർട്ടി ആയിട്ടിക്കറ, അതൊരു പബ്ലിക് ആയിട്ടിക്കറ കമോഡിറ്റി ആയിട്ടിക്കറിട്ട് പരിശുദ്ധ ഇസ്ലാം പിടിപ്പാട്ടത്. അന്നാസു ശുറക്കാഉൻ ഫിസ്സലാസ്, മൂന്ന് വിഷയം ഒരിക്കലും നൻ്റേത് എന്ന് പറയരുത്. അതിൽ ഒന്ന് തണ്ണിയായിട്ടിക്കർ, അൽ മാൽ വൽ ഖലഖ് വന്നാർ. ഒന്ന് തണ്ണിയായിട്ടിക്കര്, രണ്ടാമത്തത് പുല്ല് ഗ്രാസ്, പുല്ലും, മൂന്നാമത്തെ തീ ആയിട്ടിക്കര്. ഈ മൂന്ന് കാര്യം ഇതെല്ലാവരും ഇതിൽ ഭാഗമാക്കാനുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളമുണ്ട്, നമ്മുടെ അയൽവക്കത്ത് വെള്ളമില്ല, തണ്ണിയില്ലാണ്ടായെങ്കിൽ അവിടത്തേക്കും തണ്ണി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടിട്ട് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നാം ഈ ചൂടിൻ്റെ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ഇലക്ഷനൊക്കെ ഉള്ള കാര്യമാണ്, നിങ്ങൾക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. ആരും വോട്ട് ചെയ്യണക്കൊക്കെ ബാക്കിയുള്ളവർ വേഗം പോയിട്ട് വോട്ട് വേഗം രേഖപ്പെടുത്തണം. കാരണം വളരെ നിർണായകമായിട്ടിക്കരെ ഓരോ വോട്ടായിട്ടിക്കര് ഇണ്ടത്തെ വോട്ടുണ്ട് ചൊല്ലുന്നത്. കാരണം ഈ രാജ്യത്തെ, ഇവിടുത്തെ സെക്യുലറിസത്തെ നശിപ്പിച്ചിട്ട്, ഇവിടുത്തെ ഡെമോക്രസിയും സെക്യുലറിസത്തെയും നശിപ്പിച്ചിട്ട് ഇതിനൊരു മതരാഷ്ട്ര ആക്കൊണ്ടുള്ള ശ്രമമാണ് ഇവിടെ വർഗീയവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നാം ഒരിക്കലും അവസരം കൊടുക്കരുത്. അതിനെ നാം പരാജയപ്പെടുത്തണം. അതിനു വേണ്ടിയായിരിക്കണം നാം ഓരോരുത്തരും അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. നമ്മളാൽ കഴിയുന്ന ശ്രമം നാം നടത്തുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ ആ സെക്യുലറിസം കാത്തു സൂക്ഷിക്കുന്ന
നല്ല ഒരു മതേതര രാജ്യമായിട്ട് അല്ലാഹു തആല ഇതിനെ മാറ്റിയെടുക്കുമാറാകട്ടെ. ഇവിടെ വർഗീയതയും അതേപോലെ മതരാഷ്ട്രമാക്കാൻ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നവരെ അല്ലാഹു പൂർണ്ണമായ നിലക്ക് പരാജയപ്പെടുത്തുമാറാകട്ടെ. അവർ അല്ലാഹു തആല തോൽവിയുടെ കൈപ്പിനീര് അവർക്ക് അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹുമ്മ ഗഫിർ. എൻ്റെ മദ്രസിൻ്റെ കലക്ഷനാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ഉദാരമായ നിലക്ക് മദ്രസിൻ്റെ കാര്യത്തിൽ സംഭാവന ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാനധർമ്മങ്ങൾ സൽകർമ്മങ്ങൾ പൂർണ്ണമായ പ്രതിഫലം നൽകി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.